എന്താണ് സുനിൽ ഇക്കാര്യത്തിൽ തോന്നുന്നത്? ഒരു ചെറുത്തുനിൽപ്പ് ഇതിപ്പോൾ ഭാരതാംബയുമായി ബന്ധപ്പെട്ട് വിഷയം വരുന്ന സമയത്തൊക്കെ BJP പ്രവർത്തകരായാലും BJP നേതാക്കളായാലും പറയുന്നത് രാജ്യത്തെല്ലായിടത്തും ഈ ഭാരതാംബയാണല്ലോ എന്ന രൂപത്തിലാണ് അതിനെ കാണുന്നത്. കേരളത്തിൽ എന്തുകൊണ്ട് ഈ കാവിക്കൊടിയേന്തിയ ഭാരതാംബ പാടില്ല എന്ന ചോദ്യമാണ് തിരിച്ചു ചോദിക്കുന്നത്. അപ്പോൾ ഇതിലൊരു ചെറുത്തുനിൽപ്പിൻ്റെ സ്വഭാവത്തിലേക്ക് വരികയാണോ കേരളത്തിലെ പ്രതിഷേധം? തീർച്ചയായും ഒരു രാഷ്ട്രീയ ചെറുത്തുനിൽപ്പ് കേരളത്തിൽ വളരെ ശക്തമായി തുടക്കം മുതൽ തന്നെയുണ്ട്. ഈ ഭാരതാംബ വിവാദം ആരംഭിച്ചത് മുതൽ ഏതായാലും അത് തുടരുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ആ ചെറുത്തുനിൽപ്പിൻ്റെ ആവശ്യം കേരളത്തിൽ ഇപ്പോഴുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതായാലും ഈ ഭാരതാംബ വിവാദത്തിന് തുടക്കമിട്ടത് കേരളത്തിലെ ഗവർണറാണ്. ഈ കേരളത്തിലെ ഗവർണർ ഇത് സർവകലാശാലയിലേക്ക് എത്തിച്ചു. ഏതായാലും സർവകലാശാലയിലേക്ക് ഇത്തരമൊരു വിവാദം ഗവർണർ എത്തിക്കേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതെത്തിച്ചത് ബോധപൂർവം തന്നെയാണ്. അതിനെതിരെ കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകൾ വളരെ ശക്തമായി പ്രതിഷേധം അറിയിക്കുകയും അന്ന് വലിയ നാടകീയ കാഴ്ചകളൊക്കെ തന്നെ കണ്ടു. ഏതായാലും അതിന് തൊട്ട് പിന്നാലെയാണ് ഒരുപക്ഷെ ഗവർണറുടെ തന്നെ നിർദ്ദേശപ്രകാരമായിരിക്കാം ഇപ്പോൾ രജിസ്ട്രാറെ പുറത്താക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് സർവകലാശാല പോയതും അതിന് പിന്നാലെ ഇന്നത്തെ നാടകീയ സംഭവങ്ങളും ഒക്കെ തന്നെ ഉണ്ടായത്. ഏതായാലും ഇന്ന് വളരെ അസാധാരണമായ സാഹചര്യങ്ങൾ തന്നെയാണ് സർവകലാശാലയിൽ ഉണ്ടായത്. സർവകലാശാല സിൻഡിക്കേറ്റിലെ 24 അംഗങ്ങളിൽ 18 അംഗങ്ങളുടെ പിന്തുണയിലാണ് രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ചുകൊണ്ടുള്ളൊരു തീരുമാനമെടുക്കുകയും രജിസ്ട്രാർ ഇപ്പോൾ വന്ന് ചുമതലയേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിയമപ്രശ്നങ്ങൾ മാറ്റിവെക്കാം. നാളെ ഹൈക്കോടതിയിൽ ഈ വിഷയത്തിൽ സർവകലാശാലയാണോ മറുപടി നൽകുക, VC ആണോ മറുപടി നൽകുക, കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ എന്താണ് നാളെ പറയാൻ പോകുന്നതെന്നൊക്കെ നമുക്കറിയാൻ കാത്തിരിക്കാം. പക്ഷേ ഇതിന് രണ്ട് തരം മറുപടികളും വരട്ടെ, അതിൽ കോടതി ഒരു തീരുമാനമെടുക്കട്ടെ. പക്ഷേ അതൊരു നിയമപ്രശ്നം, സാങ്കേതിക പ്രശ്നം, അതവിടെ ഇരിക്കട്ടെ. പക്ഷേ ഞാനിതിനെ കാണുന്നത് വളരെ വിശാലമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു നീക്കം എന്ന നിലയിൽ തന്നെയാണ്. ഇത് കേരളത്തിലെ മാത്രം സാഹചര്യമല്ല. നോക്കൂ, നമുക്കറിയാം ജവഹർലാൽ നെഹ്റു സർവകലാശാല ഇന്ത്യയിലെ ഏറ്റവും കരുത്തരായ, ഏറ്റവും പ്രഗത്ഭരായ ഒരുപാട് ആളുകളെ രാജ്യത്തിന് സംഭാവന ചെയ്തിട്ടുള്ള സർവകലാശാലയാണ് ജവഹർലാൽ നെഹ്റു സർവകലാശാല. ഇന്ന് ജവഹർലാൽ നെഹ്റു സർവകലാശാലയുടെ അവസ്ഥ എന്താണ്? റോമില താപ്പറിനെ പോലെ, പ്രഭാത് പട്നായിക്കിനെ പോലെ ഒരുപാട് പ്രഗത്ഭരായ അധ്യാപകരുണ്ടായിരുന്ന സ്ഥലം ഇന്ന് ഒരു കോമൺ എൻട്രൻസ് ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥി പ്രവേശനം ലഭിക്കുന്ന ഒരു സാധാരണ സർവകലാശാലയായി ജവഹർലാൽ നെഹ്റു സർവകലാശാല പോയി. ആ സർവകലാശാലയുടെ ഒരു പതനം എങ്ങനെയായിരുന്നു? ഒരു RSS അനുഭാവിയായ ഒരു വൈസ് ചാൻസലറെ നിയമിക്കുന്നു. അവിടുത്തെ എല്ലാ ശിഖരങ്ങളും, ആ സർവകലാശാലയുടെ എല്ലാ ശിഖരങ്ങളും വെട്ടിമാറ്റുന്നു. 2020 ഫെബ്രുവരി മാസത്തിൽ നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ടാവും. അതായത് ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ഒരു കൂട്ടം ഗുണ്ടകളിറങ്ങി അവിടുത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാക്കളെയൊക്കെ അടിച്ച് നിരത്തുകയാണ്. എല്ലാ ഹോസ്റ്റലുകളും കയറി അവിടെ വലിയ അക്രമം സൃഷ്ടിക്കുകയാണ്. ഏതെങ്കിലും ഒരാൾക്കെതിരെ ഇന്ന് ഒരു നടപടി എടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഈ അക്രമത്തിൽ പങ്കെടുത്ത ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്കെതിരെ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ ഒരു ഗുണ്ടകൾക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി ഡൽഹി പോലീസ് എടുത്തിട്ടുണ്ടോ? ഇന്ന് അതിൻ്റെ ഒരു അവസാനം എന്താണ്? ജവഹർലാൽ നെഹ്റു സർവകലാശാല ഇവിടെ എത്തി നിൽക്കുന്നു. ഇന്ന് QS റേറ്റിംഗ്, അതായത് അന്താരാഷ്ട്ര സർവകലാശാലകളുടെ റേറ്റിംഗിൽ പണ്ടൊക്കെ ജവഹർലാൽ നെഹ്റു സർവകലാശാല, ഡൽഹി യൂണിവേഴ്സിറ്റി, അലിഗഡ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ജാമിയ മില്ലിയ സർവകലാശാല ഇതൊക്കെ വരുമായിരുന്നു. പക്ഷേ ഇന്ന് ഈ സർവകലാശാലകളൊന്നും തന്നെ ഈ ഒരു റേറ്റിംഗിൻ്റെ ഭാഗമേ അല്ല. പകരം IIT-കൾ വരുന്നു, IIM-കൾ വരുന്നു. അപ്പോൾ ഈ രാജ്യത്ത് എത്ര കുട്ടികൾക്ക് IIT-കളിലും IIM-കളിലും പഠിക്കാൻ പറ്റും? എക്കണോമിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവില്ല, ഹിസ്റ്ററി പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവില്ല. അപ്പോൾ ഈ ആർട്സ് കോളേജുകളുടെയൊക്കെ അവസ്ഥ എന്താണ്? അപ്പോൾ ആ നിലയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ രംഗമാകെ രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റപ്പെടുന്നൊരു ഗൗരവമായ വിഷയമുണ്ട്. നോക്കൂ, അമേരിക്കയിലൊരു സാഹചര്യം എടുക്കാം. ഹാർവർഡ് സർവകലാശാലയിൽ പഠിപ്പിക്കുന്ന മണ്ടത്തരമാണെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. 1991 അവിടെ പ്രസംഗിച്ച ഒരു വിദ്യാർത്ഥിയുടെ ഒരു വീഡിയോ ഇപ്പോൾ സമീപകാലത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വൈറലാവുന്നുണ്ട്. ഒബാമയുടെ പ്രസംഗം 1991 ഒബാമ ഹാർവർഡ് സർവകലാശാലയിൽ പ്രസംഗിക്കുന്ന ആ വീഡിയോ ഒന്ന് വൈറലാണ്. ട്രംപിനുള്ള മറുപടിയാണത്. അന്ന് അവിടെ പ്രസംഗിച്ച ഒബാമയാണ് പിന്നീട് അമേരിക്കയുടെ പ്രസിഡൻ്റായി മാറിയത്. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ പഠിച്ച എത്ര പ്രഗത്ഭർ! നിർമ്മലാ സീതാരാമൻ, നമ്മുടെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ JNUവിൻ്റെ പ്രോഡക്റ്റാണ്. സീതാറാം യെച്ചൂരിയെ പോലുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട്. നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇത് ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വളരെ ശക്തമായ ഒരു പ്രവണത മൊത്തത്തിൽ എല്ലാ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നീക്കം തന്നെയാണ് കേരളത്തിലെ സർവകലാശാലകളിലും നടക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതിനു മുൻപുള്ള ഗവർണർ എന്താണ് ചെയ്തത്? ഹാരിസ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിഷയങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്? ഈ നേരത്തെ ജിമ്മി ജെയിംസ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഭാവി തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കാനാണ് വരുന്നത്. പക്ഷേ വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കുന്നത് ഗവർണർ തന്നെയാണ്. എന്തിനാണ് ഗവർണർമാർ, ചാൻസലർമാരായി ഈ സർവകലാശാലകളിൽ തുടരുന്നത്? അത് വേണ്ട എന്ന് തീരുമാനിച്ച് കേരള സർക്കാർ ബില്ല് പാസ്സാക്കിയല്ലോ. എന്തുകൊണ്ടാണ് അത് ഒപ്പിടാത്തത്?
അപ്പോൾ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇത് ഒഴിവാക്കിയിട്ടുണ്ടല്ലോ. പശ്ചിമ ബംഗാളിൽ ഒഴിവാക്കിയിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഗവർണർമാർ ഇതിൻ്റെ ചാൻസലർമാരായി ഇരിക്കണമെന്ന് വാശി പിടിക്കുന്നത്? ഒരാവശ്യമില്ലാത്തതാണ്. വിദ്യാഭ്യാസം സംസ്ഥാന സബ്ജക്റ്റാണ്. എന്തിനാണ് ഇതിൻ്റെ മുകളിൽ ഗവർണർമാർ ഇരിക്കണമെന്ന് വാശി പിടിക്കുന്നത്? അവരുടെ രാഷ്ട്രീയം ഈ സർവകലാശാലകളിലേക്ക് കുത്തിയിറക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ രാഷ്ട്രീയമായി ചെറുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. രാഷ്ട്രീയമായി നീക്കം തന്നെയാണ് ഗവർണറിലൂടെ ഇപ്പോൾ ഈ സിൻഡിക്കേറ്റിലൂടെയും ഒക്കെ തന്നെ സർവകലാശാലകളിലേക്ക് പടരുന്നത്. അല്ലാതെ ഒരു സ്വകാര്യ പരിപാടിക്കായി ഒരു ഹാൾ വാടകയ്ക്ക് കൊടുക്കുന്നു, അവിടെ വന്ന് ഗവർണർ ഒരു പരിപാടി നടത്തുന്നു, അത് വളരെ ഒരു സ്വകാര്യ ചടങ്ങായി മാത്രം നിൽക്കുന്ന ഒരു സംഗതിയല്ല. ഇതൊരു വലിയ രാഷ്ട്രീയ അജണ്ടയുടെ വലിയൊരു രാഷ്ട്രീയ ലക്ഷ്യത്തിൻ്റെ ഭാഗമായി നടത്തുന്ന ഒരു നീക്കമാണ്. അതിനെ അന്ന് വിദ്യാർത്ഥികൾ ചെറുത്തു. ഇതിനെ ഇങ്ങനെ തന്നെ മറുപടി കൊടുത്ത് ചെറുത്ത് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഇത്തരം നീക്കങ്ങൾ കേരളത്തിലെങ്കിലും ഉണ്ടാകുന്നത് തടയാൻ കഴിയൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശരി. Meet the editors.